നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും മഞ്ഞൾപ്പൊടി കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങുന്നവരുണ്ട്, കൃഷി ചെയ്യാത്തവർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് മഞ്ഞൾപ്പൊടിയാണോ? എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അപ്പോൾ മഞ്ഞൾപ്പൊടിക്ക് പകരം വിപണിയിൽ ലഭിക്കുന്നത് മഞ്ഞ കളിമണ്ണ. ഒരു ഗ്ലാസ് വെള്ളമുണ്ടെങ്കിൽ മായ നമുക്ക് തിരിച്ചറിയാം. മലയാളികളുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാകാത്ത വസ്തുവാണ് മഞ്ഞൾപ്പൊടി. കറികളിൽ രുചി കൂടുന്നതിന് മാത്രമല്ല, മഞ്ഞൾ ആരോഗ്യവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് കൂടിയാണ് ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് വീട്ടിൽ തന്നെ ഉണക്കിപ്പൊടിക്കുന്ന മഞ്ഞളാണ് കറികളിൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വിപണികളിൽ ലഭിക്കുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇതിൽ എന്തെല്ലാം മായങ്ങൾ കലർന്നിട്ടുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. സുഗന്ധവ്യഞ്ജനങ്ങൾ മുതൽ എണ്ണകളും ധാന്യങ്ങളും വരെ ഇപ്പോൾ മായം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മഞ്ഞൾപ്പൊടിയിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗം അറിയിച്ചിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ നിലവാര അതോറിറ്റി. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ മാർഗങ്ങളാണിത്. മഞ്ഞൾപ്പൊടിയിൽ മഞ്ഞ നിറത്തിലുള്ള കളിമണ്ണാണ് മായമായി ചേർക്കുന്നത്. ഇത് തിരിച്ചറിയാനായി ഗ്ലാസ് ശുദ്ധജലം, 1 സ്പൂൺ നിങ്ങൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എന്നിവ മാത്രം മതി. ആദ്യം ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ശേഷം കുറച്ച് സമയം ഇത് മാറ്റിവെക്കുക. ശുദ്ധമായ മഞ്ഞളാണെങ്കിൽ വെള്ളം ഏറെ നേരം കഴിഞ്ഞാലും മഞ്ഞ നിറത്തിലായിരിക്കും. എന്നാൽ അതിൽ കളിമണ്ണ് കലർന്നിട്ടുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ താഴ്ഭാഗത്ത് പൊടി അടിഞ്ഞു കിടക്കും. കാരണം കളിമണ്ണ് വെള്ളത്തിൽ ലയിക്കില്ല. ഈ മാർഗം പരീക്ഷിച്ച ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ മായമില്ലെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് മായമുണ്ടോ എന്ന് നമുക്ക് വീട്ടിൽ തന്നെ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഉപയോഗിക്കുക. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.